ഒടുവിൽ ദേവ്യാനി അനാമിക ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോ ആകെ തകർന്നു പോവാണല്ലേ. ദേവ്യാനി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അസുഖമൊക്കെ ഏകദേശം ഭേദപ്പെട്ടിട്ടേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് ദേവ്യാനി ഈ സത്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ എന്തായാലും ദേവ്യാനി സത്യം അറിഞ്ഞ ആ ഒരു എപ്പിസോഡ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഐബട്ടിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവർ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും കഥ വ്യക്തമായിട്ട് മനസ്സിലാവുക. ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് മുതൽ ദേവ്യാനി രേവതി ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങുന്നുണ്ട്. രേവതി അന്ന ദിവസം അനന്തപുരിയിൽ ഉണ്ട് കേട്ടോ. അങ്ങനെ അനന്തപുരിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വേണുവിന് രേവതി ഫോൺ ചെയ്യുന്നുണ്ട്. രേവതി മാറി നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും ദേവ്യാനി ഇതെല്ലാം കേൾക്കാണ് കേട്ടോ. നല്ല വെടിപ്പിനും വൃത്തിക്കും കേൾക്കുന്നുണ്ട്. ഓക്കെ, അതുവരെ ആയിരുന്നു ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇനി അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. ഇതൊക്കെ കേട്ടിട്ട് ദേവ്യാനി ആകെ ഷോക്കായെങ്കിലും ദേവ്യാനിയുടെ മനസ്സ് പതറി പോകുന്നില്ല കേട്ടോ. ഇവൾമാരെയൊന്നും അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഈ വീടിന്റെ മൂന്നാമത്തെ മരുമകളും അനന്തപുരിയെ ചതിച്ചു. എന്നാലും ഇവളെയാണല്ലേ ഞാൻ വിശ്വസിച്ച് നെഞ്ചോട് ചേർത്തത്. ഈശ്വര, എന്റെയൊക്കെ ബുദ്ധിമോശം കാരണം ഹനിയുടെ ജീവിതമാണല്ലോ ഇപ്പൊ പാഴായി പോയത്. ഇതിനൊക്കെ ഞാൻ ആരോട് സമാധാനം പറയും? ഇത് ജാനകിയോട് പറഞ്ഞാൽ അവൾ അത് വിശ്വസിക്കത്തില്ല. വേണ്ട, ഇതിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതും പറഞ്ഞ ദേവ്യാനി ദേഷ്യപ്പെട്ട മുറിയിലോട്ട് പോവാൻ നിൽക്കാണ്. ദേവ്യാനിക്ക് ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാൻ സമയമായതുകൊണ്ട് തന്നെ നയന വീട്ടിലെത്തിയിട്ടുണ്ട്. നയന ദേവ്യാനി ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മരുന്നും ഭക്ഷണമൊക്കെ ടേബിളിന്റെ മുകളിൽ എടുത്തു വെക്കാൻ വേണ്ടി വരികയാണ്. നയനയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ദേവ്യാനി കഴിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ നയന ഉറങ്ങുന്ന സമയത്ത് അവിടെ കൊണ്ടുവെക്കുന്നത്. എന്നാൽ നയന ഭക്ഷണം കൊണ്ടുവെക്കുന്നത് കണ്ടുകൊണ്ടാണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. അപ്പൊ തന്നെ ദേവ്യാനി ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് നയന എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കുന്നുണ്ട്. ആ സമയത്താണ് ദേവ്യാനി മനസ്സിലാക്കുന്നത് നയനയാണ് ഭക്ഷണവും മരുന്നും ഒക്കെ ടേബിളിൽ എടുത്തു വെക്കുന്നതെന്ന്. നയന പതുക്കെ മുറിയുടെ വാതിൽ തുറക്കുന്നുണ്ട്. ആ സമയത്ത് ദേവ്യാനി അവിടെ കിടക്കുന്നത് കാണുന്നില്ല കേട്ടോ. ഈശ്വര, അമ്മ ഇതെവിടെ പോയി? ഈ സമയത്ത് അമ്മ ഉറങ്ങാറുള്ളതാണല്ലോ. അയ്യോ, ഇനി ഞാനാണ് ഭക്ഷണം വെക്കുന്നതെന്ന് അറിഞ്ഞാൽ അത് വലിയ വിഷയമാകുമല്ലോ. എന്തായാലും രണ്ടും കൽപ്പിച്ച് നയന കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അവിടെ എടുത്തു വെക്കുന്നുണ്ട്. എന്നിട്ട് മരുന്നും അവിടെ ടേബിളിൽ എടുത്തു വെക്കുക കേട്ടോ. ദേവേനെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവളായിരുന്നു എനിക്ക് മരുന്നും ഭക്ഷണമൊക്കെ എടുത്തു വെക്കാറ്. എന്നെ കൊല്ലാൻ നോക്കിയവൾ എന്തിനാ എനിക്ക് ഭക്ഷണം എടുത്തു തരുന്നത്? അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി നയനെ ആയിരിക്കില്ലേ ആ പാലിൽ വിഷം കലർത്തിയത്? എന്നാലും അവളല്ലെങ്കിൽ പിന്നെ ആരെയും ചതി ചെയ്തത്? അപ്പൊ നയന പറഞ്ഞ പോലെ തന്നെ നവ്യയുടെ കുഞ്ഞിനാരോ കൊല്ലാൻ നോക്കിയതാ. അത് മാറി ഞാൻ കുടിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ അനാമിക രേവതി ആയിരിക്കോ? ഈശ്വര, എന്താ സത്യം? നയന ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് മുറിയിൽ നിന്ന് പതുക്കെ ഇറങ്ങാൻ കേട്ടോ. അപ്പൊ തന്നെ ദേവ്യാനി നയനയുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. ഡി, ആ അമ്മയോ? നിനക്കെന്താ ഇവിടെ കാര്യം? അത് അമ്മ, എന്താ നിനക്ക് ഇവിടെ കാര്യമെന്ന് ചോദിച്ച് കേട്ടില്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം എടുത്തേക്കാൻ വന്നതാ. അപ്പൊ നീയാണ് എനിക്കിന്ന് ഭക്ഷണം എടുത്തു വെക്കാറ്? അതെ അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ കൊണ്ടുപോയിക്കോളാം. വേണ്ട, അവിടെ വെക്ക്, പൊയ്ക്കോ. എന്നാ ദേവ്യാനിയുടെ അടുത്തുനിന്ന് നയന ഇതൊന്നും അല്ലട്ടോ പ്രതീക്ഷിച്ച്. ആ മാറ്റം കണ്ടിട്ട് നയന ആകെ ഒന്ന് തടുത്ത് ദേവ്യാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, എന്താ? ഏയ് ഒന്നുമില്ല അമ്മേ. എന്നാ പൊയ്ക്കോ. ശരി. അങ്ങനെ നയന അവിടെ പോകുമ്പോൾ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇതെന്താ പെട്ടെന്നൊരു മാറ്റം? ഇനി എനിക്ക് തോന്നിയതാണോ? ഇതുപോലെ സ്വപ്നമാണ് എന്നും പറഞ്ഞ് നയന നയയുടെ കയ്യിലൊന്ന് പിച്ച് നോക്കാട്ടോ. അപ്പൊ ഇത് സ്വപ്നമല്ല. അയ്യോ, ഇനി പാവം വിശന്നിട്ടായിരിക്കോ? രാവിലെ ആരും ഭക്ഷണം കൊടുത്തില്ലേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ഞാൻ കൊടുത്ത ഭക്ഷണം കഴിച്ചല്ലോ, എനിക്ക് അത് തന്നെ സന്തോഷായി. എന്തായാലും ഇത് ആദർശേട്ടനോട് പറയണം. ഇതും പറഞ്ഞ് നയന അവിടുന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് രേവതി അനാമികയാണ്. മോളെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാത്രി ഒരു 8:30 മണിയായി കഴിഞ്ഞാൽ ഇത് മോള് പാലിൽ കലർത്തി കൊടുക്കണം. പിന്നെ ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇത് പാലിൽ നന്നായിട്ട് കലർന്നില്ലെങ്കിലേ അടി ചെന്ന് നിൽക്കും. പിന്നെ അതിന്റെ ഫലം കിട്ടിയെന്നിരിക്കില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ. നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ മതി. അതെ, എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാട്ടോ. അല്ലമ്മേ, വല്യമ്മയെ കാണുന്നില്ലേ? ഓ, അവരെ കാണാനുണ്ടല്ലോ. മോളെ, ഞാൻ വന്നത് അവരെ അറിയില്ലല്ലോ. എന്നാലും അമ്മ ഒന്ന് കണ്ടിട്ട് പൊക്കോ. ശരി, അവരെവിടെ ഉള്ളത്? മുറിയിലുണ്ടാകും. എന്നാ മോളും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. ശരി. അങ്ങനെ അവർ രണ്ടുപേരും ദേവ്യാനി ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ചെല്ലാട്ടോ. മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ദേവ്യാനി അവരെ കാണുന്നുണ്ട്. കണ്ടപാടെ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ രേവതി അനാമികയോട് പറയുന്നുണ്ട്, അല്ല മോളെ, നമ്മൾ വന്നത് അവരെ കണ്ടില്ലേ? കണ്ടല്ലോ വല്യമ്മേ, ഇതാരോ വന്നിരിക്കുന്ന നോക്കിയേ, എന്റെ അമ്മ. രേവതി വന്നോ? ഇന്നലെ എവിടുന്ന് പോയല്ലേ ഉള്ളൂ. ഇത് കേട്ടപ്പോ തന്നെ അവര് പരസ്പരം നോക്കാട്ടോ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, അതെ, അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ മോളെ കാണാൻ ഇങ്ങനെ തോന്നുക. ഒറ്റ മോളല്ലേ, അങ്ങനെ വളർത്തിയതല്ലേ ഞങ്ങൾ. അതുകൊണ്ട് അവളെ കാണാൻ തോന്നിയാൽ കാണണം, ഇല്ലെങ്കിൽ വല്ലാത്ത വിഷമാ. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, ആ വിഷമ അച്ഛനില്ലേ? വേണേട്ടന് പിന്നെ ബിസിനസിന്റെ കാര്യങ്ങളായിട്ട് തിരക്കല്ലേ. അപ്പൊ മോളെ കാണാൻ പറ്റാത്തതുകൊണ്ടാ. അതുകൊണ്ട് എന്നെ പറഞ്ഞയക്കും മോളുടെ വിശേഷമൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ രേവതി പതുക്കെ അനാമികയോട് പറയുന്നുണ്ട്, അതെ, ഇവർക്ക് എന്താ പറ്റിയത്? പണ്ട് നമ്മളോടുള്ള ഉന്മേഷമൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. അമ്മയൊന്നും മിണ്ടാതിരിക്കും. എന്താ രേവതി എന്തേലും പറഞ്ഞോ?
ഞാനൊന്നും പറഞ്ഞില്ല ചേച്ചി. ശരി. ആ ചേച്ചി, എന്നാ ഞാൻ ഇറങ്ങട്ടെ, കുറച്ചു നേരമായി വന്നിട്ട്. ഓ, കുറെ നേരമായോ? എങ്കിൽ ശരി, പൊക്കോളൂ. ആ, എന്നാ ശരി. ഇതും പറഞ്ഞ് രേവതി അനാമയുടെ കൈപിടിച്ച് പുറത്തേക്ക് ഇറങ്ങാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല മോളെ, അവർക്ക് എന്താ പറ്റിയത്? എനിക്കറിയില്ല അമ്മേ, എന്തോ പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്തോ നമ്മളോട് അത്ര താല്പര്യമില്ലാത്ത സംസാരം. അതേ മോളെ, എനിക്കും തോന്നി. ദേ, നീ കൊടുക്കുന്ന മരുന്നിന്റെ ഡോസ് കുറഞ്ഞു കാണും, ഒന്നങ്ങ് കൂട്ടിക്കൊടുക്ക്. പിന്നെ ഞാൻ പോവുക. ശരി മോളെ. ഇതും പറഞ്ഞ് രേവതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. നേരെ തന്നെ അനാമിക ദേവയാനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ വല്യമ്മേ, വല്യമ്മയ്ക്ക് എന്താ അമ്മ വന്ന് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, മോളുടെ അമ്മ വരുമ്പോ എനിക്കെന്താ ഇഷ്ടപ്പെടായി? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? ഏയ്, വല്യമ്മയുടെ സംസാരം അത്ര താല്പര്യമില്ലാത്ത പോലെ അമ്മയ്ക്ക് തോന്നി. അത് അമ്മയ്ക്ക് ഹേർട്ടായി കാണും. ഓ, അതിലൊന്നും കാര്യമില്ലെന്നേ, ഞാൻ അങ്ങനെ കരുതി പറഞ്ഞതൊന്നും അല്ല. എനിക്കറിയാലോ വല്യമ്മേ, വല്യമ്മ അങ്ങനെയൊന്നും പറയില്ല. ഹോ, എന്റെ വല്യമ്മേ, ഇവിടെ നിറയെ പൊടിയാണെന്നാ തോന്നുന്നത്. എനിക്ക് തുമ്മാൻ വരുന്നു. അമ്മയും അത് പറഞ്ഞു. ആ നയന ജോലിക്കാരി ഇവിടെ ക്ലീൻ ചെയ്യാൻ വരാറില്ല വല്യമ്മേ. ആ, അവക്കെന്തോ വയ്യായ്മ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ കുറച്ചു ദിവസമായി ക്ലീൻ ചെയ്തിട്ട് അതിന്റെ പൊടി അഴുക്കൊക്കെ കാണും. ഞാൻ അവളെ വിളിച്ചോണ്ട് വരട്ടെ, അവൾ ഇതൊക്കെ ചെയ്തോളും വല്യമ്മേ. അവക്ക് വയ്യാന്നല്ലേ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ്, എന്നാ പിന്നെ അനാമയ്ക്ക് തന്നെ ഇവിടേക്കൊന്ന് വൃത്തിയാക്കിത്താ. വല്യമ്മയ്ക്ക് വയ്യായിട്ടല്ലേ, കഴിയുന്നതും ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പൊ ഒട്ടും വയ്യാത്തത് കാരണം ആ പണിക്കൊന്നും ഒരുങ്ങാറില്ല. പൊടിയൊക്കെ തട്ടാൻ നിന്നാലേ എനിക്ക് ഇൻഫെക്ഷൻ വരും. അതുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്നും ഇപ്പൊ ചെയ്യാറുമില്ല. മോൾ ഒരു കാര്യം ചെയ്യ്, ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിത്താ. അയ്യോ വല്യമ്മേ, എനിക്ക് വല്ലാണ്ടൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ അല്ലേ മോളെ പഠിക്കലേ. മോൾ ഓരോന്ന് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. അല്ല, ഞാൻ നൈനയെ വിളിച്ചാ പോരെ? അത് വേണ്ട, എനിക്ക് അവളെ കാണുന്ന പോലെ ഇഷ്ടമല്ലാന്ന് മോക്കറിയില്ലേ? ഈശ്വര, ഞാൻ എന്തിനാ വടി കൊടുത്ത് അടി മേടിച്ചത്? ചെറുത് കൊടുത്ത് വലുത് വാങ്ങി. എന്താ മോളെ, എന്തേലും പറഞ്ഞോ? മോൾക്ക് വല്യമ്മയുടെ മുറി വൃത്തിയാക്കി തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ലേ വല്യമ്മേ. ഹിടി, ഞാൻ നിന്നെ പാടെ പഠിപ്പിച്ചു തരാം. ഇതൊക്കെ എല്ലാത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാൽ മതി. മോളെ, അത് കഴിഞ്ഞിട്ട് എന്റെ കാലിന് നല്ല വേദനയുണ്ട്, നല്ല നീരുണ്ട്. ഒന്ന് കുഴമ്പിട്ട് തടവി തരണം. എന്നാ വല്യമ്മേ, ഞാൻ അത് ചെയ്യാം. പൊടിതട്ടൻ നൈനയെ വിളിച്ചാലോ? അത് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവൾ എന്റെ മുറിയിൽ കയറുന്ന പോലെ ഇഷ്ടമല്ലെന്ന്. മോൾക്ക് പറ്റിയില്ലെങ്കിൽ പറഞ്ഞോ. വേണ്ട. അയ്യോ, ഞാൻ ചെയ്യാൻ വല്യമ്മേ. എന്നാ പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. ഹോ, ഇവരുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമാ. ആരോ ഇവരെ കുപ്പിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ദേവേനെ മനസ്സിൽ കരുതുന്നുണ്ട്, വെറുതെ വിടിലടി ഞാൻ നിന്നെയൊക്കെ നല്ലൊരു പാഠം പഠിപ്പിച്ച് ഇവിടെ നിന്ന് പുറത്ത് ചാടിപ്പിച്ച് തരാം. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡുകളാണ് കേട്ടോ. ട്വിസ്റ്റുകൾ നിറഞ്ഞ അടിപൊളി എപ്പിസോഡ്. ഇനി ഓരോ ദിവസവും അനാമികയ്ക്ക് കൊടുക്കുന്ന കിടിലൻ പണികളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ദേവയാനി ഓരോ ദിവസവും നല്ല മുട്ടൻ പണികളാണ് കേട്ടോ അനാമികയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ്. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ ഗായ്സ്.